അനുജേ, ഇവർക്കെല്ലാം നിന്നെ വേണം. ഹരിതയ്ക്ക് വേണം, നീതയ്ക്ക് വേണം, ഈ കൊച്ചിനും വേണം. പിന്നെ നീ എന്തിനാ പോണേ? ഇവർക്കൊരമ്മയുടെ സ്നേഹം മതിയാവോളം കിട്ടിയിട്ടില്ല. നീ വന്നതിന് ശേഷമാ ഒരമ്മ എന്തായിരുന്നു എന്ന് ഇവര് തിരിച്ചറിഞ്ഞത്. ഇവർക്കാർക്കും എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണാൻ ഇഷ്ടമല്ല ദീപേച്ചി. അതെന്താടി? ഞാൻ ഏറ്റവും വെറുക്കുന്ന രണ്ടക്ഷരം അത്, അമ്മ. ഇവളൊരമ്മയില്ലേടി? ഇതെന്റെ ആന്റിയാ. ഈ ആന്റിക്ക് പകരം നിൽക്കാൻ ആ അമ്മയ്ക്ക് ഒരു 100 ജന്മം ജനിച്ചാലും പറ്റില്ല, അല്ലേ ആന്റി? ഞാൻ നിന്നെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ. എന്താ ഹരിയേട്ടാ? നീ ഉടനെ തന്നെ ജാമ്യത്തിനുള്ള ആൾക്കാരൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. നീ 2 തവണ പൗഴംപോലിൽ പോയതല്ലേ? ശ്യാമോഹനായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ, പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി 2 ജാമ്യക്കാരെ തയ്യാറാക്കി നിർത്തണം. പാവം വയസ്സുകാലത്ത് ജയിലിൽ കയറേണ്ടി വരരുതല്ലോ. പിന്നെ എനിക്ക് വേണ്ടി 2 ജാമ്യക്കാരെ പറഞ്ഞു വെച്ചാൽ ഉപകാരമായി. ആ, പിന്നെ 5 പേരെ കൊലപ്പെടുത്തിയ കേസായതുകൊണ്ട് ആൾജാമ്യം മാത്രം പോരായിരിക്കും. ചിലപ്പോ 2-4 ലക്ഷം രൂപ കോടതിയിൽ ജാമ്യത്തുകയായിട്ട് കെട്ടിവെക്കേണ്ടി വരും. അതും ശരിയാക്കി വെച്ചേക്കണേ. പൈസ ഇല്ലാന്ന് പറഞ്ഞ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ടി വരരുത്. ഹരിയേട്ട എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? എടാ ഉദയ, ആണുങ്ങളുടെ നാക്ക് അതും ഇതും വിളിച്ച് പറയാനുള്ളതല്ല, അതിന് കുറച്ച് അടക്കം വേണം. ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞെന്ന് ഹരിയേട്ടൻ പറയുന്നേ? എടാ, അമ്മയുടെ നാക്ക് പിഴിച്ച് എന്തോന്ന് കേട്ട ഉടനെ നീ അത് ദീപേച്ചി വിളിച്ച് അറിയിച്ചില്ലേ? ഓ, എടാ, അമ്മയ്ക്ക് കിട്ടിയ രഹസ്യ വിവരം അമ്മ 1 വർഷക്കാലം മനസ്സ് സൂക്ഷിച്ച് നടന്നല്ലടാ, ഒരു സ്ത്രീയായിട്ട് കൂടി. നിന്നെ കൊണ്ട് 1 ദിവസം സൂക്ഷിക്കാൻ പറ്റിയോടാ? കേട്ടത് പാതി കേൾക്കാത്ത പാതി ദീപേച്ചി വണ്ടിയും വിളിച്ച് മൈക്കും വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അവിടെ വന്നില്ലേ? ആ, ഇന്നിവിടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും വന്നോ ദീപ ചേച്ചി? എന്നെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഹോം നേഴ്സിന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ആരോടും മിണ്ടിപ്പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ ഞാൻ. ഉദയ, നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ പെണ്ണുങ്ങളോട് വിളിച്ചു പറയുവാടാ? ആ, ഇനിയിപ്പോ പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായിക്കോളും. ചേടാ, ദീപ ചേച്ചി ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഓർത്തില്ലല്ലോ. ഇനി വരുന്നതൊക്കെ അനുഭവിച്ചോ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. എനിക്ക് ബാങ്ക് പോവാൻ സമയമായി. വെച്ചോ.